ജനങ്ങൾക്ക് പ്രയോജനപ്പെടാതെ ഹൈറേഞ്ചിലെ കുടിവെള്ള പദ്ധതികൾ ജലജീവൻ മിഷൻ പൈപ്പിടിയിൽ ആരംഭിച്ചിട്ട് 2 വർഷം കഴിയുന്നു. കുടിവെള്ളം എത്തിക്കുവാൻ അഞ്ചുരുളിയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കിയതല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടുമില്ല. സ്രോതസ്സുകൾ ഇല്ലാതെയാണ് പഞ്ചായത്തുകൾ തോറും പൈപ്പിടിയിൽ നടത്തുന്നത്. ത്രിതല പഞ്ചായത്തിന്റെ പദ്ധതികൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇതും പരാജയപ്പെടുകയാണെന്നാണ് ആരോപണം. ജലജീവൻ മിഷൻ 2026 ഓരോ കുടുംബത്തിലും കുടിവെള്ളം എത്തിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഹൈറേഞ്ചിലെ വാട്ടർ അതോറിറ്റികളുടെ പദ്ധതികൾ ഏറ്റെടുത്തും പുതിയ പദ്ധതി ആരംഭിച്ചുമാണ് കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിച്ചത്. 7 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ളം എത്തിക്കാൻ പദ്ധതിയിട്ടത് അഞ്ചുരുളിയിലാണ്. എന്നാൽ പദ്ധതി ആവിഷ്കരിക്കേണ്ട ഭൂമി സ്വകാര്യ വ്യക്തിയുടെ കൈവശമായിരുന്നു. നിയമ നടപടിയിലൂടെ ഈ ഭൂമി ഏറ്റെടുക്കുകയും ഓരോ പഞ്ചായത്തുകളിലും വിവിധ ഏജൻസികൾ പൈപ്പിടിയിലും ആരംഭിച്ചതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വിതരണ പൈപ്പുകൾ സ്ഥാപിച്ച പഞ്ചായത്തുകളിൽ വീടുകളിലേക്ക് പൈപ്പിടിയിൽ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ എവിടെ നിന്ന് വെള്ളം എത്തിക്കുമെന്ന് ഇവർക്കാർക്കും അറിയത്തുമില്ല. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൈപ്പ് ലൈനിന്റെ പണി കഴിഞ്ഞ 1.5 വർഷക്കാലമായി നടന്നു വരികയാണ്. 2-3 JCBകൾ ഉപയോഗിച്ച് റോഡിന്റെ മധ്യഭാഗം കുഴിച്ചും ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടമില്ലാതെയും ഈ പണി നടക്കുന്നത് മൂലം നിലവിലുണ്ടായിരിക്കുന്ന പ്രാദേശിക റോഡുകൾ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ കുടിവെള്ള പദ്ധതിയുടെ കുടിവെള്ള സ്രോതസ് എവിടെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു വന്നിട്ടില്ല. ആയതിനാൽ അടിയന്തരമായി ജലവിഭവ വകുപ്പ് ശ്രദ്ധയിൽപ്പെട്ട് ഈ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി കുടിവെള്ള പദ്ധതിയിൽ എത്തിക്കുവാനുള്ള ജലസ്രോതസ്സിൻ്റെ പണികൾ തുടങ്ങുകയും അടിയന്തരമായിട്ട് ജനങ്ങൾക്ക് വേണ്ടുന്ന കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കുകയും ഒപ്പം റോഡിന് കേടുപാടുകൾ വരാതെ പൈപ്പ് ലൈനുകൾ കുഴിച്ചിടുന്ന നടപടിയും ആരംഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കുറെ പൈപ്പ് ഇടുകയും ഗതാഗത യോഗ്യമായ റോഡ് തകർക്കുകയും മാത്രമാണ് നടക്കുന്നത്. ഇപ്പോൾ റോഡ് കുറുകെ മുറിച്ച് വീടുകളിലേക്ക് പൈപ്പിടിയിൽ നടന്നു വരികയാണ്. ഇതിനായി ലക്ഷങ്ങളാണ് ചെലവിടുന്നത്. ഗ്രാമീണ റോഡുകൾ പൈപ്പിട്ട് സഞ്ചാരയോഗ്യമല്ലാതായി മാറി. എന്നാൽ ഈ പദ്ധതിയും പൈപ്പിടിയിൽ കൊണ്ട് അവസാനിക്കുന്ന അവസ്ഥയിലാണ്. ആനയെ മേടിക്കാതെ തോട്ടി മേടിച്ചതുപോലെയാണ് ജലജീവന്റെ നടപടി. വെള്ളമില്ലാതെ കോടികൾ എന്തിന് ചെലവഴിക്കുന്നു എന്ന ചോദ്യവും ഉയരുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.